ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ മാങ്ങ വെച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ മാമ്പഴപ്പുളിശ്ശേരിയുടെ മാമ്പഴം പുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ പൊളിച്ച് വെച്ച മാമ്പഴം നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട് തിളപ്പിക്കുവാണ്. ഇതാണ് നമ്മുടെ തിളപ്പിച്ച മാമ്പഴപ്പുളിശ്ശേരി. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. തേങ്ങയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളി ഇട്ട് അരച്ച ഇത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മാങ്ങ എടുത്ത് കാണിക്കാതെ ആയിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ആയിട്ടുണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് മിക്സിക്കകത്തിട്ട് അരയ്ക്കണം. അതുകൂടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതുകൂടി ഇട്ട് മിക്സ് ചെയ്തു. അയ്യോ, നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയാവുന്നു. നമ്മളിപ്പോൾ ഒരു മാമ്പഴം എടുത്ത് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. കുറച്ചുകൂടെ തൈര് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കരിവേപ്പിലയൊക്കെ ആ കടുകിട്ട് പൊട്ടിച്ച് എണ്ണ വറുത്ത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ടുഡേ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.